ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. കൂട്ടുകാർ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടാ. അപ്പം ഇന്നലെ അടച്ചു വെച്ചതാട്ടാ വെള്ളയപ്പത്തിനുള്ള മാവ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറുപയർ ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മീനില്ലല്ലോ, അപ്പോൾ ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കായും തക്കാളിയും പരിപ്പും ഒരു പച്ചക്കായൊക്കെ കൂടിയിട്ട് ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കണം കേട്ടോ ചോറിക്ക്. പിന്നെ അന്ന് നമ്മൾ പൊട്ടിച്ച പടവലം പിന്നെ അങ്ങനെ ഓരോന്നുള്ള കാരണം എന്തേലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് എടുക്കാതെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഒക്കെ പുറത്തേക്ക് എടുക്കേണ്ട ഒരു സമയം വന്നിട്ടപ്പോൾ അതായിട്ട് ഇന്നൊരു മെഴുക്ക് പുരട്ടി പോലെ ഒന്ന് ഉണ്ടാക്കണം. അപ്പം ഞാൻ നാളികേരം ചെറുപയറിലേക്കും ഒഴിച്ചു കറിയിലേക്കുള്ള നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മെഴുക്ക് പുരട്ടിയിൽ വേണമെങ്കിൽ ഒരു പിടി നാളികേരമൊക്കെ ഇടാട്ടാ. പിന്നെ പൊളിക്കാനുള്ളൊരു മടിക്ക് പിന്നെ ഞാൻ നാളികേരമൊന്നും ഇട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കടുക് ഇറക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഒക്കെ ഒഴിച്ച് അപ്പോൾ കുറച്ചിങ്ങനെ ഗ്യാസ് മിൽക്കി പോയിട്ടാ. പിന്നെ അത് അവിടെ ഉണങ്ങി പിടിക്കും. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തതാണ് കേട്ടാ. പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഇനിയും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 4 ദിവസം കൂടി ഉണ്ടാവും കേട്ടാ മീനിൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞാൽ ഇനി അപ്പോൾ കറി തന്നെ ഇപ്പോൾ അല്ലാണ്ടൊന്നും അങ്ങനെ ഒരു മുളുക്ക ഉൾപ്പെടുത്താത്ത പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ കഴിക്കാൻ നേരത്തൊക്കെ ആവട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കുക. കറി പിന്നെ എന്തായാലും വയ്ക്കും. അപ്പം നമ്മൾ പടവലങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടാ. ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് കട്ടിംഗ് ബോർഡൊക്കെ കൈ തന്നെ കേട്ടാ. കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തത് കേട്ടാ. അപ്പം നമ്മളെ ചെറുപയർ കറിയാണ് ഇട്ടത്. അപ്പോൾ ചെറുപയർ കറിയും വെള്ളപ്പം നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം നമ്മളെ ഒഴിച്ച് കറിയും ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒഴിച്ച് കറി ഒന്ന് വറവിട്ടുണ്ട് കേട്ടാ. ആ ഒഴിച്ച് കറി വറവിടുമ്പോൾ ഒരു തരി കാശ്മീരിയുടെ പൊടി ഇട്ടിട്ട് ഒന്ന് വറവിൽ മൂപ്പിച്ചൊഴിച്ചതാട്ടോ. അപ്പോൾ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ആ മ്യൂസിക് കൊടുത്തതിലേ കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ആ തത്സമയം വെച്ചിട്ട് പിന്നെ ഞാൻ ആ കോപ്പി റൈറ്റ് അത് മാറ്റി ആ മ്യൂസിക് മാറ്റിയിട്ട് വേറൊരു മ്യൂസിക് കൊടുത്തതാട്ടാ. അപ്പോൾ നമ്മളെ കുറേ വോയിസുകളൊക്കെ പറഞ്ഞതൊക്കെ അതിൽ പോയിട്ടാ. പിന്നെ സമയമില്ലായിരുന്നു. ഇന്നലെ തന്നെ 8 മണിയാവാറായി പിന്നെ അത് വരുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇനിയിപ്പോൾ അങ്ങനെ കോപ്പി റൈറ്റ് കിട്ടണതാണോ വെച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞാനൊരു 7:15 നോക്കണത്. അപ്പോൾ കോപ്പി റൈറ്റ് വന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ മാറ്റിയപ്പോൾ കുറേ ഇതൊക്കെ പോയിട്ടാണ്. അപ്പോൾ മോളുടെ ഇന്നലെ ബിരിയാണി വെച്ചതിനൊക്കെ എല്ലാവരും കൂട്ടുകാരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്ത് വേണമെങ്കിലൊക്കെ ചെയ്തുണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു ശീലത്തിന് ഓൾക്ക് പറ്റിയ അങ്ങനെയൊക്കെ നല്ല നന്നായിട്ടൊക്കെ ചെയ്യും പാചകമൊക്കെ. ഒന്ന് തോന്നണം മാത്രം. അപ്പോൾ ആളിങ്ങനെ പ്ലസ് ടു പഠിക്കുന്ന പോലെ ഒന്നും തിന്നൂല്ലേ. ഈ പോവാനുള്ള തിരക്കിലൊന്നും ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല. ഒരു എലിഞ്ഞിട്ടൊരു സാധനമാട്ടാ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു ഫാഷനും കവറൊന്നുമില്ല. മുടിയൊക്കെ നെറിയിലൊക്കെ കെട്ടിയിട്ട് അങ്ങനത്തെയൊക്കെ ഒരു മോഡലാണ്. അപ്പോൾ ഓള് പിന്നെ ചങ്ങരംകുളം CSB ബാങ്കിൽ CRO ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിനെ കണ്ടാൽ വില എല്ലാവരും ചോദിക്കും പ്ലസ് 2 ആണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ പോകുമ്പോഴൊക്കെ. പിന്നെ മോൻ ഇപ്പോൾ ഒരു എക്സാമൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ 4 ആളാണ് കേട്ടോ. 2 കുട്ടികളും ഞാനും ഏട്ടനും അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ബിരിയാണി സൂപ്പർ ബിരിയാണിയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വെള്ളപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ വെള്ളപ്പമായിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളപ്പം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിരുന്നിട്ടാണ്. അപ്പോൾ രാവിലെ ഞാൻ നെയ്ച്ച പാട് അത് അതിലാണ്ട് ചേർത്ത് ഇളക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. പൊങ്ങി വന്നിട്ടാണ്.
അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് നമ്മൾ ആ ഹോൾസൊക്കെ വന്നതിന് ശേഷം അടച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വെള്ളപ്പായിട്ട് കിട്ടും. അപ്പോൾ അപ്പൂന് രാവിലെ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഗ്യാസിൻ്റെ അതിൻ്റെ പാചകം ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോണില്ല കേട്ടാ. അപ്പോൾ ഓനൊരു ബുൾസൈ ഉണ്ടാക്കി കൊടുത്തതാണ്. കടി കൊടുക്കാൻ അന്നിപ്പോൾ വെള്ളപ്പൊന്നും ഓൻ അങ്ങനെ പറ്റിയില്ല. പിന്നെ മീൻകറി ഒന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ മീൻകറി പൊട്ടിച്ചിട്ട് ആ ഒരു വെള്ളപ്പം പൊട്ടിച്ചിട്ട് മീൻകറിയൊക്കെ ഒഴിച്ചെടുത്താലൊക്കെ കഴിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി ബുൾസൈ പോലെ ഉണ്ടാക്കി കൊടുത്തതാട്ടാ. അപ്പം അത് കഴിച്ച്. പിന്നെ ഇവർക്ക് മീൻ ഇല്ലാതെ ഒന്നും പറ്റില്ല. ഇവർക്ക് ഉണക്കച്ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചോറ് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളെ സൽമടക്കാന്നലെ ഇവിടെ പോത്തിന് അർത്ഥമുണ്ടായിരുന്നു. അപ്പോൾ ജോലിക്കൊക്കെ വേവിച്ച് കൊടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുത്തി മുറിച്ചിട്ട് കുക്കറിൽ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും അല്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചത്. അതിലത്തെ സാധനം എന്നിട്ട് ഇന്നലെ അപ്പിട്ടിട്ടാണ് കളിച്ചിരുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വോയിസുകളൊക്കെ കുറേ മിസ്സായി പോയി. അപ്പോൾ ഇത് മേലെ ഉണ്ടായിരുന്ന കേട്ടാ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞ് താഴെ എടുത്ത് കൊടുന്നേക്ക്, അപ്പോൾ നമുക്ക് അവിടെ പടത്തി കൊടുക്കാമെന്ന്. അപ്പോൾ കുറേ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി പണിഞ്ഞ് പയറുമ്പോൾ കൂടെയൊക്കെ പോയതായിരുന്നു. അപ്പോൾ അത് താഴത്തേക്ക് എടുത്ത് കൊടുന്നതാട്ടാ. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ പരിപാടി വെച്ചിട്ട് കുഞ്ഞായി വന്ന് നോക്കുകയാണ് കേട്ടാ. അപ്പം ഇനി എന്തായാലും ആ പടവല ആ ബക്കറ്റ് കേട് വരുമ്പോൾ നമുക്ക് മണ്ണിലേക്കാണ്ട് കൊടുക്കാമല്ലോ, പടർന്ന് വരട്ടെ എന്തായാലും. അപ്പം അപ്പം വന്ന് നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വീട്ടമ്മമാർ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ ശ്രദ്ധിക്കില്ലല്ലേ എപ്പോഴും ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇതായിട്ട്. അപ്പം മുന്നൊക്കെ ഇതുപോലെയൊക്കെ ഇപ്പം അങ്ങനെ ഇപ്പൊക്കൊന്നിനും സമയമല്ല കേട്ടാ. ഈ വീഡിയോ എടുക്കലും അതിൻ്റെ കാര്യങ്ങളും പിന്നെ നമ്മളെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണോരെ സപ്പോർട്ട് ചെയ്യണ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമല്ല. അപ്പം ഞാനിങ്ങനെയൊക്കെ ഒരു ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നിട്ടാ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടാ. അപ്പോൾ കുറച്ച് എല്ലും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക കേട്ടാ. അപ്പോൾ അപ്പു സമ്മതിക്കണില്ല. അപ്പോൾ നമ്മൾ തന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. ഇപ്പോൾ പിന്നെ പൊതുവേ നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെ തന്നെ. വേനൽക്കാലത്ത് ഉള്ള ചൂടിനേക്കായും ഉള്ള ചൂടാണ് ഇട്ടപ്പോൾ ഈ മഴ പെയ്തിട്ടുള്ള ഈ വെയിലിന്. അപ്പോൾ ആ എല്ലും പൊടിയൊക്കെ ഇട്ട ബക്കറ്റിക്ക് ഞാൻ പൈപ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടാ. ഇന്ന് മഴയൊന്നുമില്ല, എന്നാലും ഞാനിത് ഷീറ്റിൻ്റെ അടിയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് വെള്ളം. മൂപ്പര് ഭയങ്കര എന്താ ഇപ്പോൾ ഇവിടെ പരിപാടി വെച്ചിട്ടാണ് ഇപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. അപ്പോൾ അപ്പൂൻ്റെ വീഡിയോ ഒന്നും കുറച്ചും കൂടിയൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ ചെയ്യണമെന്ന് കണ്ടു നോക്കിയിട്ടാ. അപ്പം എങ്ങനെ നമ്മളെ പാദങ്ങൾ സംരക്ഷിക്കാം, മനോഹരമാക്കാം ഉള്ളത് കേട്ടാ. അല്ലാതെ കുറേ ഭംഗി ഉണ്ടാക്കാനല്ല, കളറ് കൂട്ടാനൊന്നല്ല കേട്ടാ. അപ്പോൾ ഈ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇതുപോലെ നമ്മൾ ഈ അടുക്കളയിൽ എത്ര ടൈലായാലും ഈ ചളിയും വെള്ളമൊക്കെ ഇട്ടൊക്കെ പിന്നെ പുറത്തൊക്കെ നടക്കുന്നതല്ലേ. അപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാലൊക്കെ ഒന്ന് സുന്ദരമാക്കാം അല്ലേ. അപ്പം ഞാൻ ചെയ്യണതാട്ടാ. അപ്പം നല്ല ചൂടുള്ള വെള്ളം, അതായത് നമ്മളെ കാല് ഇങ്ങനെ അതിൽ വെക്കാൻ പറ്റണം, ആ അത്രയും ചൂടിട്ടാ. അങ്ങനത്തെ തിളച്ചതല്ല, കാലുമൊക്കെ അതിൽ വെക്കണം. അങ്ങനത്തെ വെള്ളം അതിൽ ഒരു പകുതി ചൂടുള്ള കാരണം ഞാൻ പൊന്തിച്ച് പിടിച്ചുള്ളത്. അതിൽ ഒരു പിടി കല്ലുപ്പ് ഇട്ടിട്ട് കൊടുത്തുള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും, ഒന്ന് വേണമെങ്കിൽ ഒന്ന് എടുക്കട്ടാ. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും 2 ഡ്രോപ്പ് ഷാമ്പു, ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ പരിശോധനയ്ക്ക് അപ്പ് വന്നുണ്ട് കേട്ടാ. അതിൽ കാല് നമ്മൾ ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മുക്കി വെക്കട്ടാ. അപ്പോൾ തന്നെ നമുക്ക് ഈ കുഴിനകം പോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ അതിലേക്ക് ഈ ഉപ്പും ചെറുനാരങ്ങയുടെ പുളിയൊക്കെ തട്ടുമ്പോൾ തന്നെ ഈ കുഴിനകത്തിലേക്ക് ഈ ഉപ്പ് നീരൊക്കെ ചെല്ലുമ്പോൾ തന്നെ അത് നല്ലൊരു മാറ്റമാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയിൽ 3 ദിവസമൊക്കെ ഇതേപോലെയൊക്കെ ചെയ്യുക വെച്ചെങ്കിൽ
നല്ലൊരു വൃത്തിയും ഒക്കെ ഉള്ള ഒരു കാല് ആവൂട്ടാ, പാദം സംരക്ഷിക്കാം നമുക്ക്. അപ്പം മുന്നെയൊക്കെ ഞാനൊരു കഥ പറയാട്ടാ. മുന്നെയൊക്കെ എൻ്റെ അച്ഛമ്മയൊക്കെ പറയും, പണ്ടത്തെ കാലത്തൊക്കെ പെണ്ണ് കാണാനൊക്കെ പോവുക, ചെക്കനും പെണ്ണൊക്കെ കല്യാണത്തിൻ്റെ അന്ന് അത്ര കാണുക. അപ്പോൾ കാരണന്മാർ പോയിട്ട് അത്ര കല്യാണമൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഇവർ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ കാലത്ര നോക്കുക. അപ്പോൾ ഈ പെണ്ണിൻ്റെ കാല് കണ്ട, ഒരു പെണ്ണിൻ്റെ കാല് കണ്ടാൽ അറിയാത്ര ആ പെണ്ണിൻ്റെ സ്വഭാവവും വൃത്തിയും ഒക്കെ ആ കാല് കണ്ടാൽ അറിയാമെന്നാണ് പറയട്ടെ എൻ്റെ അച്ഛമ്മയൊക്കെ. അപ്പോൾ കാലെപ്പോഴും മനോഹരമായിട്ടിരിക്കണം. പക്ഷെ നമ്മൾ വീട്ടമ്മമാർക്ക് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമയമില്ല കേട്ടാ. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ഒരു സമയത്തൊക്കെ വീട്ടിൽ ഇരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ പിന്നെ മക്കളാണ്ട് തീരുമാനിച്ചിട്ട് പിന്നെയാണല്ലോ കാരണന്മാർ പോയി ഒക്കെ അല്ലേ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നല്ലോ പോലെ മാറ്റങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് മനുഷ്യനും മാറണം അല്ലേ. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെയൊക്കെ ഒന്ന് കാല് മുക്കി വെച്ചിട്ട് ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാത്തൊരു ബ്രഷായിട്ട് നന്നായിട്ട് ഉരതി കൊടുക്കട്ടെ. ഈ നഖത്തിൻ്റെ ഇടയിലത്തെ ആ ഉപ്പും ആ ചൂടിലും കിടന്നിട്ട് ഇപ്പോൾ ഈ ചളിയൊക്കെ കണ്ടു വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് ഉതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഒന്ന് കാല് കഴുകിയിട്ടാണ് കേട്ടോ വന്നത് തന്നെ. എന്നിട്ട് നന്നായിട്ട് ഒക്കെ ഒന്ന് മടപ്പും ഒക്കെ ഒന്ന് അരുതി ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തതിൻ്റെ ശേഷം നല്ല കോട്ടൺ തുണിയായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഈ ചെറുനാരങ്ങയൊക്കെ നമ്മളാ പൊളിച്ചതിൻ്റെ തൊണ്ടൊക്കെ ഇട്ടിട്ട് നല്ല വരതി കൊടുക്കട്ടാ. അതൊന്നും ഞാൻ ആരെയും കണ്ടു പഠിച്ചോന്നല്ല കേട്ടാ. അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ അപ്പം ഇതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ അല്ല, ഞാൻ ഈ വീഡിയോയിൽ ഇതൊന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലൊക്കെ നമ്മളെയൊന്ന് ശ്രദ്ധിക്കുക അല്ലേ. ഇപ്പോൾ കാലൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് കഴുകി വന്നതിൻ്റെ ശേഷം ഒരു കോട്ടൺ വെച്ചിട്ട് കാലൊക്കെ ഒന്ന് തുടച്ച് വീർപ്പൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം എന്തെങ്കിലും ഒരു ക്രീം ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ അടുക്കളയത്തൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേണം കേട്ടോ. പിന്നെ വേഗം പോയിട്ട് കാല് നനയ്ക്കൊന്നും ചെയ്യരുത്. എന്തെങ്കിലും ഒരു ക്രീം ഇട്ടാ നമ്മൾ ലോഷനാ എന്തെങ്കിലും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ 50-ാമത്തെ വയസ്സിൽ നമ്മളെ കാലൊക്കെ മനോഹരമാക്കല്ലേ വേണ്ട. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ അങ്ങനെ മേലേക്ക് പോയതാട്ടോ ഞാൻ മെഷീനിൽ തുണി ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ മുളക് ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊട്ടിക്കാൻ പോയിട്ടൊരു മുളക് ഇല്ലാണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് 2 ആഴ്ച മുന്നേ. ഒരു മുളക് വീട്ടിലില്ലാതേട്ടാ. ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് മുളകൊക്കെ കൊല കുത്തി വന്നിരിക്കണ് കണ്ടാ. ഞാൻ ആ താഴത്ത് കൊണ്ടുവച്ച മുളകുമ്മലും നിറയെ മുളക് ഉണ്ടായിട്ടാ ഞാൻ ഇവിടെ നിന്നിട്ട് കൊണ്ടുപോയത്. മണ്ണൊന്നും ഇല്ലാതെ ഒക്കെ മറിഞ്ഞ് വീണപ്പോൾ നല്ല സൂപ്പർ മുളക് നിറയെ ഉണ്ട് കേട്ടോ. ഈ ഒരു മുളകുമ്മേ ഇഷ്ടം പ്രകാരം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഈ മുളക് കല്യാണമൊക്കെ കഴിഞ്ഞാട്ട് മുന്നേ ചേട്ടൻ്റെ ഭാര്യയൊക്കെ ഊണ് കഴിക്കാൻ നേരത്ത് ഈ മുളക് കണ്ട് കീറും. ഒന്നിങ്ങനെ കീറി പൊളിച്ചിട്ട് അതിൽ ഉപ്പ് തിരുമ്പിയിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ടുണ്ട് ഒരു പൊരിച്ചെടുക്കുക. ഓ എനിക്കധികം പറ്റില്ല കേട്ടാ. അപ്പം അങ്ങനെ ഓരോ ഉരുളയ്ക്ക് ഓരോ മുളകൊക്കെ കൂട്ടിയിട്ടൊക്കെ ചേച്ചിയൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റാട്ടാ. അധികം എരിവില്ലാത്തൊക്കെ വെച്ചെങ്കിൽ അതേപോലെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും കൂട്ടുകാർ ചെയ്തില്ല വെച്ചെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്ന് കീറിയിട്ട് അതിൽ ഉപ്പ് തേച്ചിട്ട് പൊരിക്കുക വെളിച്ചെണ്ണയിലിട്ടിട്ട്. എല്ലാ മുളകും പോലും നല്ല അടിപൊളിയായിട്ടൊക്കെ മുളക് പിടിച്ചിട്ടുണ്ടാ. പിന്നെ ഇഷ്ടംപോലെ അലോവേര ഉണ്ട് കേട്ടാ. നമ്മളെ സുപ്പൂട്ടെ ഒരു എലിവാല് പോലത്തെ അലോവേരയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ അലോവേര ഇല്ലാതെ. സുപ്പൂ
അലോവേര വേണോ? അപ്പം ഇഷ്ടം പോലെ. അപ്പോൾ ഒരു കവറിലത്തെ അലോവേര അപ്പു കയറി, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പിന്നാലെ കയറി വരും കേട്ടാ. മണ്ണില്ലാതെ ഒരു കവറുണ്ടായിരുന്നു, അതിന് അലോവേരയൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ പരിക്കിങ്ങനെ ഇറക്കി വെച്ചെടുക്കുക. ഞാൻ അതൊക്കെ കുറച്ച് മണ്ണ് കൊടുന്നിട്ട് അതിൽ കവറിലൊക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ വണ്ടി അപ്പുറത്ത് വണ്ടി കൊണ്ടു വെച്ചപ്പോൾ എല്ലാവരും പരിശോധനയ്ക്ക് പറക്കുക കേട്ടാ, മണം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടാ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ.